ബോസ് ഈ ഹാറ്റ് കാണാൻ എങ്ങനെയുണ്ട്? ഈടാ ഈ തൊപ്പിക്കാരനെ ഇതിനകത്തേക്ക് വിളിച്ചുകൊണ്ടുവരാൻ ആരാ പറഞ്ഞത്? പുറത്തേക്ക് കൊണ്ടുപോടാ. അനാവശ്യ കാര്യങ്ങൾക്ക് എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഇത് കൊള്ളാലോ. ഈ തൊപ്പിക്കകത്ത് വലിയ പവർ ഉണ്ടെന്നാ തോന്നുന്നത്. ആരാടാ ഇവൻ? എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കൂടെ? നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ബോസ്. പ്ലീസ് മീറ്റ് ദ ഫേമസ് കിങ് ഓഫ് ഹാറ്റ്, മിസ്റ്റർ ഹാറ്റ്മാൻ. ഹലോ മിസ്റ്റർ മാഡ് മാക്സ്. എനിക്ക് ഹലോ ഒന്നും കേൾക്കണമെന്നില്ല. നീ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. നിന്റെ ഈ ഹാറ്റ് കൊണ്ട് നീ എന്തൊക്കെ ചെയ്യും അത് പറ. വെരി സിമ്പിൾ. ഏതെങ്കിലും ഒരു റോബോട്ടിന്റെ തലയിൽ ഈ ഹാറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ റോബോട്ട് എന്റെ നിയന്ത്രണത്തിലായി തീരും. നീ പറഞ്ഞത് സത്യമാണോ? അത് കൊള്ളാം. താങ്ക് യു മിസ്റ്റർ മാഡ് മാക്സ്. സോ മിസ്റ്റർ ഹാറ്റ്മാൻ, നിനക്ക് ആ വീറിനെ ഒന്ന് പിടികൂടാൻ സാധിക്കുമോ? യെസ്, എനിക്കവനെ പിടിക്കാൻ പറ്റും. എങ്കിൽ മാഡ് മാക്സിന് സന്തോഷമാകും. വളരെ വളരെയധികം സന്തോഷമാകും. ദേ അങ്ങോട്ട് നോക്ക്, 3 കുട്ടികൾ വരുന്നത് കണ്ടോ? ആ കൂട്ടത്തിൽ ഒരു മെലിഞ്ഞ പയ്യനില്ലേ, സ്മാർട്ട് ആയിട്ടുള്ളത്, അവനാണ് വീർ. മറ്റുള്ളവരെല്ലാം അവന്റെ ഫ്രണ്ട്സ് ആണ്. എമിലിയും ചിണ്ടുവും ചുൾബുൾ ഡോങ്കിയും അവന്റെ ഫ്രണ്ടാണ്. വാവ്, എത്ര നല്ല ഹാറ്റാണിത്. എനിക്ക് ആ ഹാറ്റ് ഒന്ന് കാണിക്കാവോ പ്ലീസ്? ഇതാ പിടിച്ചു. ഇത് വളരെ സ്പെഷ്യൽ ആയ ഒരു ഹാറ്റാണ്. അത് മാത്രമല്ല ഇതെല്ലാം ഫ്രീ ആണ്. ആദ്യം എനിക്കിതാ. ഞാനല്ലേ നിന്നോട് ആദ്യം ചോദിച്ചത്. ഞാനൊന്ന് ബഹളം വെക്കാതിരിക്കേ. ഇതാ ഇത് വെച്ചോ മോനെ. വേണ്ട, എനിക്കിതിന്റെ ആവശ്യമില്ല. നോ താങ്ക്സ്. അല്ല, ഞാൻ ഫ്രീ ആയിട്ടല്ലേ തരുന്നത്. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനവും ഞാൻ വാങ്ങാറില്ല. നിൽക്കടാ അവിടെ ധിക്കാരി. നീ എന്റെ ഹാറ്റിനെ ഇൻസൾട്ട് ചെയ്തിട്ട് പോവാണല്ലേ? അവിടെ എന്താ നടക്കുന്നേന്ന് നമുക്ക് പോയി നോക്കാം. അതെ, ശരി വാ. ഇത് വലിയ കാര്യമൊന്നല്ല. അത് എനിക്കും ചെയ്യാൻ പറ്റും. വാ, അതൊന്ന് വന്ന് ചെയ്ത് കാണിക്ക്. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ഓ, കൊള്ളാമായിരുന്നു. വളരെ നന്നായിട്ട് ചെയ്തു. നിനക്ക് എന്നെ പോലെ ബോക്സിംഗ് ചെയ്യാൻ കഴിയുമോടാ മോനെ? ഇല്ല ഇല്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നീ വാ ചിണ്ടു. അതെ അതെ, എനിക്ക് നിന്നേക്കാളും നന്നായിട്ട് ബോക്സിംഗ് ചെയ്യാൻ അറിയാം. എങ്കിൽ ശരി, അടുത്ത സൺഡേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമുക്ക് 2 പേർക്കും ബോക്സിംഗ് കോമ്പറ്റീഷൻ നടത്താം. വേണ്ട വേണ്ട, ജിണ്ടു വെറുതെ തമാശക്ക് പറഞ്ഞതാ. അവൻ ബോക്സർ അല്ല. ഞാൻ നിങ്ങളുടെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അടുത്ത സൺഡേ കാണാം. എനിക്ക് അപ്പൊ തോന്നിയ ദേഷ്യത്തില് അവനെടുത്ത് ഇടിച്ച് ചമ്മന്തിയാക്കണമെന്ന് വിചാരിച്ചതാ. ചിണ്ടു, നീ ബോക്സിംഗിന്റെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ബോക്സിംഗ് ഒരു സ്പോർട്സ് ആണ്. അത് സ്പോർട്സ് ആയിട്ട് കണക്കാക്കി വേണം കളിക്കാൻ. അതായത് അക്കാര്യത്തിൽ നീ നിന്റെ മാജിക്കൽ പവേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പ്രോമിസ് ചെയ്യ്. ഇല്ലില്ല, ഞാൻ അങ്ങനെയൊന്നും പ്രോമിസ് ചെയ്യില്ല. എങ്കിൽ പിന്നെ മാച്ച് ക്യാൻസൽഡ്. പക്ഷെ മാച്ച് ക്യാൻസൽ ആവാണെങ്കിൽ നമ്മുടെ ഫുർസത് ഗജിന്റെ മര്യാദ കാറ്റിൽ പറക്കും. അത് ശരിയാ, പക്ഷെ കളിക്കുമ്പോൾ ചീറ്റിംഗ് ചെയ്താൽ ആ ഗെയിമിന്റെ മര്യാദ പോവില്ലേ? ഓക്കെ ഓക്കെ, ഞാൻ പ്രോമിസ് ചെയ്യുന്നു. ബോക്സിംഗ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്യില്ല. വെരി ഗുഡ് ചിണ്ടു, ദാറ്റ്സ് ദ സ്പിരിറ്റ്. പക്ഷേ ഇതില് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? നീ സ്വയം നിന്നെ തന്നെ ഒന്ന് നോക്കിക്കേ. നിന്നെ കണ്ടാൽ തന്നെ ഒരു പഞ്ചിങ് ബാഗ് പോലെയുണ്ട്. ഫൈറ്റിങ്ങിന് വേണ്ടി നീ സ്വയം ഫിസിക്കലി ഫിറ്റ് ആയി മാറണം. അതെ ചിണ്ടു, ഇമ്മിലി പറഞ്ഞത് ശരിയാ.
ഹായ്. എടാ തീറ്റി പണ്ടാരമേ, നീ എന്താ ഈ കാണിച്ചേ? ഇനി ഞങ്ങൾ എന്ത് കഴിക്കും? അതൊക്കെ നിങ്ങളുടെ കാര്യം. എനിക്കിന്ന് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് ആഹാരം കഴിക്കണ്ടേ? ശരിയല്ലേ അപ്പൂപ്പ? എടാ ചിണ്ടു, നീ ഇത്രക്കങ്ങ് വാരി വലിച്ചു തിന്നാലേ തടിച്ചു കൊഴുത്തങ്ങ് പോകും. പിന്നെ നിനക്ക് എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും മോനെ? ബോക്സിംഗ് ചെയ്യണമെങ്കിൽ ഫിസിക്കലി നീ ഫിറ്റ് ആയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാ. പോഷക ഗുണമുള്ള ആഹാരം കുറച്ച് കഴിക്കണം, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം. ആഹാ. ഇംലി ചുൾബുൾ, അവിടുന്ന് ഓടിക്കോ. റോബോബോയ് സ്യൂട്ട് ഓൺ. ആദ്യം ഞാനല്ലേ ഹാറ്റ് ചോദിച്ചത്? എനിക്ക് ആദ്യം തരണം. ഓഹോ, ഇതെങ്ങനെയാ സംഭവിച്ചത്? അല്ല, ഞാനിവിടെ എന്തെടുക്കാ? ഹേ, ഇങ്ങോട്ട് നോക്ക്, വേഗം പറ, എവിടെയായിരിക്കും ആ വീർ? ഞാൻ ഇവിടെ ഉണ്ടടോ. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് പിടിച്ചു നോക്ക്. യാ! യാ! ആഹാ. ആ? യാ, യാ, യാ. നാളെയല്ല, ഇന്ന്, ഇപ്പൊ തന്നെ. ഒന്ന് നാളത്തേക്ക് വെക്കരുത്. എല്ലാം ഇന്ന് തന്നെ ചെയ്തു തീർക്കണം. ഇത് നമ്മുടെ ജിന്ന് ലോകത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അപ്പൂപ്പ, നിങ്ങള്... അതെ മോനെ, ഇപ്പോഴാ എനിക്ക് ആ കാര്യം മനസ്സിലായത്. എന്റെ ചിണ്ടു ഫൈറ്റ് ചെയ്യാൻ പോകുന്നു അറിഞ്ഞാ ഞാൻ ഓടി വന്നത്. ഓക്കെ, ഈ നിമിഷം മുതൽ ഞാൻ നിനക്ക് ട്രെയിനിങ് തരും. പക്ഷെ അപ്പൂപ്പ, ഈ കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഈ ലോകത്തിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നത്, അതായത് ഞങ്ങളുടെ ജിന്നുകളുടെ റിപ്പോർട്ടുകൾ ജിൻ TV ചാനലിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. നിന്റെ കാര്യം ഞാൻ ന്യൂസ് ചാനലിൽ കണ്ടതും, അതായത് ജിൻഡു ആരെയോ വെല്ലുവിളിച്ചെന്ന് കേട്ടതും എനിക്കവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലാതായി മോനെ. അതാ ഞാൻ വന്നത്. ഇതാ ചിണ്ടു, നീ ആദ്യം ഇതിൽ കയറി നിൽക്ക്. നിന്റെ വെയിറ്റ് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഭയങ്കര ഓവർ വെയിറ്റാ. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ ജിൻഡു, അപ്പൊ തുടങ്ങിക്കോ. ആ ട്രെയിൽ ബെല്ലിൽ കയറി ഓടാൻ തുടങ്ങ. എന്തു പറ്റി ചിണ്ടു? ഷെടാ, ഞാനല്ലേ ഓടേണ്ടത്? പിന്നെ ഈ മെഷീൻ എന്തിനാ ഓടിക്കൊണ്ടിരിക്കുന്നത്? നോക്കൂ ചിണ്ടു, ഈ മെഷീൻ നിന്നെ താനെ ഓടിപ്പിച്ചോളും. നീ അതിന്റെ മുകളിൽ കയറി നിന്നാ മതി. ചെല്ല് 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 ചെല്ല്, അല്ലെങ്കിൽ നീ താഴെ വീഴും. അയ്യോ വേണ്ട അപ്പൂപ്പ, എനിക്കിതിൽ കയറി ഓടാൻ പറ്റില്ല. ഞാൻ പുറത്തേക്ക് ചെന്ന് ഓടിക്കോളാം. ചിണ്ടു, ഇതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്.
സന്തോഷമായി പ്രാക്ടീസ് ചെയ്യ്. കരഞ്ഞോണ്ട് ഇതൊന്നും ചെയ്യരുത്. ഓക്കെ ഓക്കെ മതി മതി ലെക്ചർ കൊടുക്കുന്നത് ഈസിയാണ്.